വെൽക്കം ടു ടീം ലാംഡ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ കാര്യമായിട്ട് നമുക്ക് കുറേ വലിയ വലിയ ഇക്വേഷൻസ് ഒന്നും പഠിക്കാനില്ല, ജനറൽ കേസേ ഉള്ളൂ പഠിക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് പ്രോബ്ലത്തിലേക്ക് കടന്നത്. ദ മീൻ ഓഫ് ദ വേരിയബിൾസ് 1, 2, 3, 4, 5, 6 വിത്ത് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് അല്ലെ. മീൻ നമുക്ക് 3 ആണ് തന്നിട്ട്. എന്തായിരുന്നു ഇക്വേഷൻ? എക്സ് ബാർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ Fi xi ഡിവൈഡഡ് ബൈ സിഗ്മ Fi ആണ് അല്ലെ. അപ്പൊ ഇവിടെ വരുമ്പോ എന്താ? 1 into 5 5 കറസ്പോണ്ടിങ് ആൾക്കാരെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ 2 into k 2k plus 3 into 3 9 plus 4 into 1 4 plus 5 into 4 20 plus 6 into 2 12 ഡിവൈഡഡ് ബൈ സിഗ്മ Fi എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ സമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയാ? 5 plus k plus 3 plus 1 plus 4 പ്ലസ് 2 എന്ന് പറയും. ഈ മീൻ എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 3 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. സോൾവ് ചെയ്തെടുക്കാലോ. എല്ലാതും കൂടി ആഡ് ചെയ്ത് കണ്ടുപിടിക്കും. അപ്പൊ എന്താ കിട്ടുക? 50 പ്ലസ് 2k ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ഇതുപോലെ നമ്പറുകൾ, അതായത് 5 3 8 8 2 10 14 1 15 15 പ്ലസ് k ഈക്വൽ ടു 3 എന്ന് കിട്ടി. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 50 പ്ലസ് 2k ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു അല്ലേ. അപ്പൊ ഞാൻ ഡയറക്റ്റ് ചെയ്യാണ് കേട്ടോ. 15 ഇൻറ്റു 3 45 പ്ലസ് 3k എന്നായി. ആ 45ന്റെ 50ന്റെ അടുക്കി കൊണ്ടുപോകും. 2kനെ 3kന്റെ അടുത്ത് പോകും. സോ നമുക്ക് എന്ത് കിട്ടും? 5 ഈസ് ഈക്വൽ ടു k എന്ന് കിട്ടി. അപ്പൊ നമ്മളുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി 5 ആണ്. അപ്പൊ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ദ അരിത്തമെറ്റിക് മീൻ ഓഫ് 10 ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഇക്വേഷൻ? അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? സിഗ്മ xi ബൈ n അല്ലേ. n ഇവിടെ നമുക്ക് 10 തന്നിട്ടുണ്ട് അല്ലെ. അത് 15 തന്നേക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ xi എത്രയാ? സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ 150 അല്ലേ. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് എന്താ? വൈൽ കാൽക്കുലേറ്റിംഗ് ആൻഡ് ഒബ്സർവേഷൻ 30 വാസ് സ്ട്രോങ്ലി ടേക്കൺ ആസ് 20. അതായത് 30ന് പകരം എന്തേ എടുത്തിട്ടുള്ളൂ? 20 എടുത്തിട്ടുള്ളൂ. അപ്പൊ ഒന്നിലേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. 30 നമുക്ക് ആവശ്യം, 20 വരെ എടുത്തിട്ടുണ്ട്, ഇനി 10 കൂടി എടുത്താൽ പോരെ. അങ്ങനെ വേണമെങ്കിൽ വിചാരിക്കാം. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ, അതായത് നമ്മൾ ആ റോങ്ലി തെറ്റിയെടുത്ത ആളങ്ങോട്ട് മൈനസ് ചെയ്ത് കളയാം, നമുക്ക് ആവശ്യമുള്ള ആളങ്ങോട്ട് ആഡ് ചെയ്യാം. ഇപ്പോഴും നോക്കിയാൽ എണ്ണത്തിന് വ്യത്യാസം വന്നില്ലല്ലോ. നമ്മൾ ഒരാളെടുത്ത് കളഞ്ഞതിന് പകരമായിട്ട് ഒരാളെ കയറ്റിയിട്ടുണ്ട് അല്ലെ. എന്ന് പറഞ്ഞാൽ എണ്ണം നമുക്ക് എത്ര തന്നെയാണ്? 10 തന്നെയാണ്. ദിസ് ഇസ് ഈക്വൽ ടു, ഇത് അപ്പോഴും നമുക്ക് 30 മൈനസ് 20 10 തന്നെ വരും. 160 ഡിവൈഡ് ബൈ 10 അല്ലെ. എത്ര ആൻസർ വരുന്നത്? 16 ആണ്. അതായത് ഓപ്ഷൻ സി. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ മീൻ ഓഫ് n ഒബ്സർവേഷൻ ഈസ് 10. വീണ്ടും നമുക്കപ്പോ സിഗ്മ xi ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് 10 തന്നിട്ടുണ്ട്. ദെൻ ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് 0. സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് സിഗ്മ xi സ്ക്വയർ, അതായത് xiയുടെ സ്ക്വയർ എന്നിട്ടാണ് സിഗ്മ ട്ടാ സം എടുക്കണേ, ഡിവൈഡഡ് ബൈ n, പിന്നെ മൈനസ് സിഗ്മ xi ബൈ n ഓൾ സ്ക്വയർ. രണ്ട് വ്യത്യാസം ഉണ്ട്. ഓൾ സ്ക്വയർ ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇത് എത്രയെന്ന് പറഞ്ഞ് തന്നേക്കാം? 0 ആണെന്ന് പറഞ്ഞ് തന്നേക്കല്ലേ. അതിനകത്ത് നമുക്ക് സിഗ്മ xi സ്ക്വയറിന്റെ വാല്യൂ തന്നിട്ടുണ്ടല്ലേ. എത്രയോ? അത് 600 തന്നിട്ടുണ്ട്. ഈ റൂട്ടിന് ഞാൻ അപ്പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ xi സ്ക്വയറിന് പകരം ഞാൻ 600 ഇട്ടു. 600 ഡിവൈഡ് ബൈ n മൈനസ് സിഗ്മ xi ബൈ n എന്താ? മീൻ അല്ലേ. എന്ന് പറഞ്ഞാൽ 10 അല്ലേ. 10ന്റെ സ്ക്വയർ കറക്റ്റ് അല്ലേ. ഈക്വൽ ടു 0 എന്ന് കിട്ടി. എന്നിട്ട് നമുക്ക് സോൾവ് ചെയ്തെടുക്കൂ. 600 ബൈ n എന്ന് പറയുന്നത് 100 അല്ലേ. ആ 10 സ്ക്വയർ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ഈസ് ഈക്വൽ ടു 600 ഡിവൈഡഡ് ബൈ 100. എത്ര ആൻസർ കിട്ടുന്നത്? 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, ദ ആവറേജ് ഓഫ് 5k 3 2 4 എന്ന് പറയുന്നത് 3k തന്നിട്ട് കെന്റെ വാല്യൂ ആവറേജ് അല്ലേ. 5 പ്ലസ് കെ പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 4 ഇവർ എത്ര പേരുണ്ട്? 5 പേര് അല്ലെ. ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് 3k എന്നാ പറഞ്ഞിരിക്കുന്നത്. മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്തെടുത്താൽ മതി. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5 3 8 10 14 പ്ലസ് കെ ഈക്വൽ ടു 15 കെ അല്ലേ. അതായത് 5 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 കെ അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കെ അങ്ങോട്ട് മൈനസ് ചെയ്യുന്ന പറഞ്ഞാൽ 15 കെ മൈനസ് കെ ഈക്വൽ ടു 14 എന്നും അവിടെ നിന്ന് 15ന്ന് 1 പോയ എത്രയാ? 14 അല്ലെ. സോ 14 കെ ഈസ് ഈക്വൽ ടു 14 എന്നും കെ ഈക്വൽ ടു 1 എന്നും കിട്ടിയ ആൻസർ. എന്ന് പറഞ്ഞാൽ അത് എത്രയത്? ഓപ്ഷൻ എ ആണ്.
അടുത്തത് അഞ്ചാമത്തെ ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ ഒബ്സർവേഷൻ 5, 10, 15, 20 ഈസ് 5√5 ഡിവൈഡഡ് ബൈ 4. ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഒബ്സർവേഷൻ. അപ്പൊ നോക്കിയേ, രണ്ട് ഒബ്സർവേഷൻ തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണുന്നുണ്ടോ? ആദ്യത്തെ 5, 10, 15 അല്ലെ. അടുത്തൊന്ന് നോക്കി 20, 40, 60 അല്ലെ. ബന്ധമുണ്ട് അല്ലെ. 5ന്റെ കൂടെ 4 മൾട്ടിപ്ലൈ ചെയ്ത 20 കിട്ടി. 10ന്റെ കൂടെ 4 ആണെങ്കിൽ 40. അപ്പൊ ആദ്യത്തെ ഒബ്സർവേഷനൂടെ 4 മൾട്ടിപ്ലൈ ചെയ്ത രണ്ടാമത്തെ ഒബ്സർവേഷൻ അല്ലെ. ഒരു കാര്യമുണ്ട്, ഇൻഡു ചെയ്യണമെങ്കിൽ മാത്രം. അഡീഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തില്ല, മാറ്റം ഒന്നും ഉണ്ടാവില്ല സ്റ്റാൻഡേർഡ് ഡീവിയേഷന്. അതായത് ഇപ്പൊ പറയാണ് ആദ്യ ഒരു ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു, ഓരോ ഒബ്സർവേഷൻ കൂടി 2 ആഡ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാറ്റമില്ല. പക്ഷെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? എത്ര വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്തത് നമ്മൾ 4 വെച്ചല്ലേ ചെയ്തിരിക്കുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? പുതിയ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 4 ഇൻറ്റു പഴയതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരിക്കും. മറക്കരുത് കേട്ടോ. അപ്പൊ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5√5 കിട്ടിയ ഓപ്ഷൻ ഡി. ഇപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയ കാരണമാണ് നമ്മൾ സെയിം നമ്പർ ചെയ്തത് കേട്ടോ. വേരിയൻസ് ആണെങ്കിൽ സെയിം നമ്പർ അല്ല. വേരിയൻസ് പറയുന്നത് ഇങ്ങനെയാണ്, വേരിയൻസ് ഓഫ് എ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റൂട്ട് ഇല്ലല്ലോ. അപ്പൊ a² ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് ആ, മറക്കരുത്. അതായത് നമ്മളുടെ ഒബ്സർവേഷനെ ഇപ്പൊ 4 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തതുപോലെ ഒബ്സർവേഷൻ എന്ന് വിചാരിക്കുക. ആദ്യത്തെ വേരിയൻസിന്റെ കൂടെ ഏതാണോ ആ സ്കെയിലർ, ഇവിടെ ഇപ്പൊ 4 ആണെങ്കിൽ 4ന്റെ സ്ക്വയർ വേണം ചെയ്യാൻ ഇഫ് നമുക്ക് തന്നിരിക്കുന്നത് വേരിയൻസ് ആണെങ്കിൽ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ആ മൾട്ടിപ്ലൈ ചെയ്ത നമ്പർ, അതായത് 4 അല്ലേ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കണേ, അത് മാത്രം ചെയ്താൽ മതി. വേരിയൻസ് ആണെങ്കിൽ ആ 4ന്റെ സ്ക്വയർ എടുക്കേണ്ടി വന്നേനെ. വ്യത്യാസം മനസ്സിലായില്ലേ? ഇത് എപ്പോഴാണ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സിറ്റുവേഷനിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം വരുന്നത് കേട്ടാ. ദ മീൻ ഓഫ് 50 ഒബ്സർവേഷൻ ഇസ് 10. വീണ്ടും സിഗ്മ xi ഡിവൈഡഡ് ബൈ 50 അല്ലേ എന്ന് പറയുന്നത് എത്രയാ നമുക്ക് തന്നേക്കണേ? 10 തന്നിട്ടുണ്ട് അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 50 എണ്ണത്തിന്റെ 10 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സിഗ്മ xi കാൽക്കുലേറ്റ് ചെയ്യാലോ. എത്രയത്? 500 വരും അല്ലെ. ഇനി അവരെന്താ പറഞ്ഞേക്കണേ? ഈ 11, 8, 11 തെറ്റി എടുത്തത് അവര് അല്ലെ. അപ്പൊ 3 പേരെ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 എണ്ണത്തിൽ നിന്ന് ആ 3 പേരെ നമ്മൾ ഒഴിവാക്കാൻ പോവാ. അപ്പൊ നമ്മുടെ കയ്യിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ എത്ര എണ്ണം ഉണ്ടാവും നമ്മുടെ കയ്യില്? നമ്മുടെ കയ്യില് 50ന്ന് 3 പോയി കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ കയ്യിൽ എണ്ണം എന്ന് പറയുന്നത് 47 ഉള്ളൂ അല്ലെ. അതേപോലെ സമ്മിൽ നിന്ന് നമ്മൾ എന്തൊക്കെ മൈനസ് ചെയ്യണം? 500ൽ നിന്ന് 11 വേണ്ട, 8 വേണ്ട, 11 വേണ്ട അല്ലെ. അപ്പൊ ഇതല്ല ലേറ്റസ്റ്റ് സമാവ. മീൻ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ എന്ത് ചെയ്യാം? ഡിവൈഡഡ് ബൈ എണ്ണം ചെയ്താൽ മതി അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 47ന്ന് ഇത് മൈനസ് ചെയ്യൂ. 11ഉം 8ഉം 11 എന്ന് പറയുമ്പോൾ അത് 30 അല്ലെ. 500ന്ന് 30 പോയി കഴിഞ്ഞാൽ എത്രയാ? 470 അല്ലെ. ദാറ്റ് ഈസ് 470 ബൈ 47. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 10 കിട്ടി. അപ്പൊ ഏതാണ്? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്തത് ദ മീൻ ഓഫ് ദ ഒബ്സർവേഷൻസ് 20, 35, 45, 50 സെയിം, എല്ലാതും ഒരേപോലെ തന്നെ അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 പ്ലസ് 35 പ്ലസ് 45 പ്ലസ് 50 പ്ലസ് എ ഡിവൈഡഡ് ബൈ ഇവർ എത്ര പേരുണ്ടായിരുന്നു? 5 പേര് അല്ലെ. ഡിവൈഡ് ബൈ 5 എന്ന് പറയുന്നത് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 42 എന്ന് അവർ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ, മോൾ ഭാഗം ആഡ് ചെയ്ത് നോക്കൂ. അപ്പൊ എന്താ വരിക? നമുക്ക് 150 പ്ലസ് എ എന്ന് പറയുന്നത് 42 ഇൻറ്റു 5 അല്ലെ. എന്ന് പറഞ്ഞാൽ 210 ആണ്. ഓക്കെ. എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 210 മൈനസ് 150 വിച്ച് ഇസ് ഈക്വൽ ടു 60. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്തത് എട്ടാമത്തെയാണ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നമുക്ക് കറസ്പോണ്ടിങ് തന്നിട്ടുണ്ട് അല്ലെ. മീൻ എന്ന് പറഞ്ഞാൽ എന്താ? എ ബി സിയുടെ തന്നേക്കണം അല്ലെ. മീൻ എന്ന് പറഞ്ഞാൽ 45, 36, 50. അടുത്തത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിന്റെ സ്ക്വയർ എടുത്താൽ മതിയല്ലോ. വേരിയൻസിന്റെ സ്ക്വയർ ആണല്ലോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ 15, 18, 10. അപ്പൊ നമ്മള് ഈ വേരിയൻസ് ഏറ്റവും കുറവ്, അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഏറ്റവും കുറവുള്ള ആളെയാണ് നമ്മൾ കൺസിസ്റ്റന്റ് എന്ന് പറയാം. ആലോചിച്ച് നോക്കിയേ, നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഡെയിലി നമ്മൾ ഇങ്ങനെ പഠിക്കുക എന്നുള്ളതല്ല അർത്ഥം. അപ്പൊ അതേപോലെ തന്നെ വേരിയൻസ് കുറവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള വേരിയേഷൻ കുറവായിരിക്കും. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ അവർ കൺസിസ്റ്റന്റ് ആയിട്ട് പോകുന്നു എന്നായിരിക്കില്ലേ അർത്ഥം. അപ്പൊ വേരിയൻസ് കുറവുള്ളതാണ് മോസ്റ്റ് കൺസിസ്റ്റന്റ്. ഇവിടെ ഏതാ വേരിയൻസ് കുറവ്? 10 അല്ലെ വേരിയൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കുറവുള്ളത് എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? ഓപ്ഷൻ, അതായത് ഗ്രൂപ്പ് സിയിലേക്കാണ് എന്ത് മോസ്റ്റ് കൺസിസ്റ്റന്റ് ആയിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 20 ഒബ്സർവേഷൻ ഈസ് 8 ഇഫ് ഈച്ച് ഐറ്റം ഈസ് ഡിക്രീസ്ഡ് ബൈ 4. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതിൽ വേരിയൻസിന് ചേഞ്ച് വരുള്ളൂ. അതേസമയം ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ആണെങ്കിൽ
ഇതിന് വ്യത്യാസങ്ങളൊന്നും വരില്ല. അപ്പൊ മുമ്പത്തേന് എത്രയായിരുന്നു? 8 അല്ലേ? അപ്പൊ ഇപ്പോഴത്തേന് എത്ര തന്നെ വരുള്ളൂ? 8 തന്നെ വരുള്ളൂ. പത്താമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ദ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ഓഫ് സാമ്പിൾ സൈസ്. അപ്പൊ വീണ്ടും തന്നേക്കാണ് നമുക്ക് 10 എണ്ണത്തിന്റെയാണ് അല്ലെ. എന്താണ് സിഗ്മ എക്സ് ഐ ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുന്നത് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 7.5 തന്നിട്ടുണ്ട്. എന്താണ് സിഗ്മ എക്സ് ഐ എത്രയാ? 75. അപ്പൊ അത് കിട്ടി അല്ലെ. അടുത്തത് സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് 1.5 ആണ് തന്നിരിക്കുന്നത്. ഇനി അതിന്റെ കൂടെ നമ്മൾ എന്താ ചെയ്തേക്കണം? ഒരു 13 എന്ന് പറഞ്ഞ നമ്പർ ആഡ് ചെയ്തേക്കണം എങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡിവിഷൻ കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കണേ. അപ്പൊ നമുക്കിപ്പോ സിഗ്മ എക്സ് 75 അല്ലേ. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മീൻ നമുക്ക് കണ്ടുപിടിക്കാലോ. എന്ത് ചെയ്യാ? സിഗ്മ എക്സ് ഐ എന്ന് പറഞ്ഞ സാധനത്തിന്റെ കൂടെ 13 കൂടി ആഡ് ചെയ്യാം അല്ലെ. എന്നിട്ട് ഡിവൈഡഡ് ബൈ 10 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. ഇപ്പൊ ഒരെണ്ണം കൂടി ആഡ് ചെയ്തപ്പോ നമുക്ക് 11 എണ്ണായില്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75 പ്ലസ് 13 ഡിവൈഡഡ് 11 അല്ലെ. എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? 75 13 88 ഡിവൈഡഡ് ബൈ 11 അല്ലെ. ദാറ്റ് ഈസ് 8. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മീൻ എന്ന് പറയുന്നത് 8. അവിടെ ഇരുന്നോട്ടെ. അടുത്ത സ്റ്റാൻഡേർഡ് ഡിവിഷന്റെ കേസ് നമുക്ക് നോക്കാം. സ്റ്റാൻഡേർഡ് ഡിവിഷനിൽ തന്നേക്കണ 1.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയൻസ് 1.5ന്റെ സ്ക്വയർ അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ എക്സ് ഐന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ എണ്ണം എത്രയായിരുന്നു? 10 ആണ്. മൈനസ് നമുക്ക് എക്സ് ബാറിന്റെ സ്ക്വയർ ആയിരുന്നില്ല. എക്സ് ബാറിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് 7.5 അല്ലേ. സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1.5ന്റെ സ്ക്വയർ ആണ്. ശരിയല്ലേ? അത് ഞാൻ ആ റൂട്ട് ഉണ്ടായിരുന്ന അപ്പുറത്തേക്ക് സ്ക്വയർ ആക്കി കൊടുത്തു എന്നുള്ളൂ. വേറെ യാതൊരു വിധ കാര്യങ്ങളും ഇല്ല കേട്ടാ. അപ്പൊ ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനകത്ത് നമുക്ക് ആ സിഗ്മ എക്സ് ഐ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റൂലോ. അപ്പൊ എന്താ വരിക? അത് സിഗ്മ എക്സ് ഐ സ്ക്വയർ ബൈ 10 തന്നെ കിടന്നുണ്ട് കേട്ടാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 1.5ന്റെ സ്ക്വയർ പ്ലസ് 7.5ന്റെ സ്ക്വയർ അല്ലേ. അതിനകത്ത് നമുക്ക് 1.5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2.25 ആണ്. അതേപോലെ തന്നെ 7.5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ 56.25 ആണ്. ശരിയല്ലേ? ഇത് ആഡ് ചെയ്താൽ എന്താ കിട്ടാൻ പോണേ? 58.50. ഇനി നമുക്ക് ആ 10 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ലെ. എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് ഐന്റെ സ്ക്വയർ ഇപ്പൊ എന്തായി? 585. അപ്പൊ നമുക്ക് സിഗ്മ എക്സ് ഐന്റെ സ്ക്വയർ കിട്ടി. ഇനി പറഞ്ഞിരിക്കുന്നത് 13 എന്ന് പറഞ്ഞ നമ്പർ എന്ത് ചെയ്തേക്കാം? ആഡ് ചെയ്തേക്കാം അല്ലെ. പക്ഷെ നമ്മളിവിടെ മീൻ ചെയ്തപ്പോ ജസ്റ്റ് 13 കൊടുത്തുള്ളൂ. പക്ഷെ ഇവിടെ നോക്കിയേ സിഗ്മ എക്സ് ഐന്റെ സ്ക്വയർ ആണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് x1ന്റെ സ്ക്വയർ കണ്ടുപിടിക്കും, x2ന്റെ സ്ക്വയർ കണ്ടുപിടിക്കും. അതായത് ഓരോ ഒബ്സർവേഷന്റെ സ്ക്വയർ കണ്ടുപിടിച്ച സമ്മാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 13 ആഡ് ചെയ്യുമ്പോൾ 13 അല്ലല്ലോ നമ്മൾ കൊടുക്കേണ്ടത്, 13ന്റെ സ്ക്വയർ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ശരിയല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13ന്റെ സ്ക്വയർ എത്രയാ? പ്ലസ് 169. ശരിയല്ലേ? അപ്പൊ നമുക്കിനി ആ കാൽക്കുലേഷൻ ചെയ്യാലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാലോ. നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് വേരിയൻസ് നോക്കാമേ. അപ്പൊ വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ഈ സിഗ്മ എക്സ് ഐന്റെ സ്ക്വയർ പിന്നെ 169 കൂടി ആഡ് ചെയ്യണം. ഓക്കെ. അതായത് ഈ 585 പ്ലസ് 169 ആഡ് ചെയ്യണം ഡിവൈഡഡ് ബൈ n മൈനസ് പുതിയ മീൻ എത്രയായിരുന്നു? പുതിയ മീൻ 8 അല്ലേ. എന്ന് പറഞ്ഞാൽ 64. ഇത്രയാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ അത് എത്രയാ? 585 പ്ലസ് 169 ഡിവൈഡഡ് ബൈ 11 മൈനസ് 64. ശരിയല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുള്ള ആൻസർ ഞാൻ എഴുതാണ്. 50 ഡിവൈഡഡ് ബൈ 11 കിട്ടി. വിച്ച് ഇസ് എന്താ പറയുക അപ്രോക്സിമേറ്റ്ലി ഈക്വൽ 4.5 കിട്ടി നമുക്ക്. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയൻസ് ആണ് എത്ര കിട്ടിയത്? 4.5 കിട്ടിയത് അല്ലെ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആരുടെയെങ്കിലും സ്ക്വയർ 4.5ന്റെ അടുത്ത് വരുമോ നോക്കാം. നമുക്ക് 3.1 അല്ലേ. 3.1ന്റെ സ്ക്വയർ അപ്പൊ 9 പോയിന്റ് സംതിങ്. അപ്പൊ ഈ ഓപ്ഷൻ ഡി കട്ട് ചെയ്തോളെ. അടുത്തത് 2.5 അല്ലെ. 25ന്റെ എത്രയാ? 25 × 25 625 അല്ലെ. എന്നാൽ 6 പോയിന്റ് വരാൻ വേണം. അപ്പൊ നമുക്ക് അതും പറ്റില്ല. അതേപോലെ 23 ആണെങ്കിൽ 529. അപ്പൊ അതും പറ്റൂല. കണ്ട 529. ഇവിടെ നമുക്ക് 4 പോയിന്റ് സംതിങ് ഉള്ളൂ. അപ്പൊ അത് പറ്റില്ല. അപ്പൊ പിന്നെ ആകെയുള്ള ആൻസർ ഏതാ? 2.13. അപ്പൊ ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ. അടുത്തത് ദ മീഡിയൻ ഓഫ് 11 ഒബ്സർവേഷൻ ഈസ് 25. 11 എണ്ണത്തിന്റെ 25. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ഒബ്സർവേഷനെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതിയിട്ട് നടുക്കുള്ള ആള് അല്ലെ. അപ്പൊ 11 എണ്ണത്തിന് ഞാൻ ഇങ്ങനെ എഴുതിയിട്ടാ. എന്നിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ലാർജസ്റ്റിലത്തെ 4 വാല്യൂസ് 2 വെച്ച് കൂട്ടിന്നാ. നമ്മളെ ഇത് ബാധിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഈ 11 1 2 3 4 5 6 7 8 9 10 11. 11 എണ്ണത്തില് മിഡിൽ ടേം എന്ന് പറയുന്നത് എത്ര വരാൻ പോണത്? 6ാമത്തെ ടേം അല്ലേ നമുക്ക് മിഡിൽ ടേം വരാൻ പോണേ.
അറ്റത്തെ, അതായത് ഞാനിപ്പോ അസെൻഡിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള 4 ഞാൻ 2 വെച്ച് ആഡ് ചെയ്തു പറയണേ, എങ്കിൽ നമുക്ക് ഇവരുടെ പൊസിഷൻ ഒന്നും മാറ്റങ്ങളൊന്നും വരില്ല. അവർ തന്നെയല്ലേ ഹയസ്റ്റ് വരാൻ പോണേ. അപ്പോഴും അത് അസെൻഡിങ് ഓർഡർ തന്നെയല്ലേ. അപ്പോഴും നമ്മളുടെ പഴയ മീഡിയൻ തന്നെയല്ലേ പുതിയതിന്റെ മീഡിയൻ വരാൻ പോണത്. അപ്പൊ അത് എത്രയാണ്? 25 ആണ്. സോ 25 ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്തത് ദ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സാമ്പിൾ സൈസ് 200 ആണ് അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിഗ്മ എക്സ് ഐ ഡിവൈഡഡ് ബൈ 200 എന്ന് പറയുന്നത് നമുക്ക് എത്രയുണ്ട്? 25 ഉണ്ട്. അതേപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3 ഉണ്ട്. അപ്പൊ പഴയതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 3 ആണ് കേട്ടോ. ഈച്ച് ഐറ്റം ഇസ് ഇൻക്രീസ്ഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ അല്ലല്ലോ, അഡീഷൻ അല്ലേ ചെയ്തേക്കണേ. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പുതിയതിന്റെ എത്ര തന്നെയായിരിക്കും? 3 തന്നെയായിരിക്കും. എങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലായി, അവിടെ നിന്ന് ഒന്നില്ലെങ്കിൽ ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ശരിയല്ലേ? കാരണം രണ്ടെണ്ണത്തിലും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ് തന്നിരിക്കുന്നത്? 3 തന്നെയാണ് തന്നിരിക്കുന്നത്. ഇനി അപ്പൊ നമുക്ക് മീൻ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിലത്തെ ഈ സിഗ്മയിലത്തെ ഓരോ ടേമിനെയും 2 വെച്ച് ആഡ് ചെയ്തു അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം ഇവിടുന്ന് സിഗ്മ എക്സ് ഐ ഒന്ന് കണ്ടുപിടിക്കാം. സിഗ്മ എക്സ് ഐ എന്ന് പറഞ്ഞാൽ 25 × 2 50, പിന്നെ 2 പോയി, അപ്പൊ 5000 അല്ലെ കിട്ടിയത്. ഇതിന്റെ കൂടെ നമ്മൾ ഓരോ ടേമിനും 2 വെച്ച് കൂട്ടല്ലേ, 200 എണ്ണത്തിനല്ലേ 2 എണ്ണം കൂടണത് എന്ന് പറഞ്ഞാൽ അത് 400 അല്ലേ. അപ്പൊ ലേറ്റസ്റ്റ് സം എന്ന് പറയുമ്പോ 5000ന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാ? ആ 400 ആഡ് ചെയ്യല്ലേ ചെയ്യണ്ടേ. പിന്നെ എണ്ണത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല. നമ്മള് ആ ഉണ്ടായിരുന്ന 200 ടൈമിനാണ് 2 വെച്ച് ആഡ് ചെയ്ത് പോയേക്കണേ. ഇതെന്ന് പറഞ്ഞാൽ എത്രയാ? 5400 ഡിവൈഡഡ് ബൈ 200 അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 27 കിട്ടി. അപ്പൊ മീൻ 27ഉം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത്. പോയാലോ, ദ ആവറേജ് സെയിൽ ഓഫ് എ സെയിൽസ്മാൻ. ഓക്കെ, 11 മാസത്തേക്ക് ആവറേജ് 15,000 രൂപയാണ് എന്ന് പറഞ്ഞാൽ 11 മാസത്തേക്ക് കേട്ടോ. 11 മാസത്തേക്ക് സിഗ്മ എക്സ് ഐ ഡിവൈഡഡ് ബൈ എണ്ണം ഞാൻ 11 കൊടുത്തേ ഈക്വൽ ടു 15,000 ഉണ്ട്. അതേപോലെ അടുത്ത കേസ് അവരെന്താ പറഞ്ഞേക്കണേ? ഡ്യൂ ടു സം പ്രോബ്ലം ദ ആവറേജ് സെയിൽ ഫോർ എൻ ഇയർ, ഒരു വർഷത്തേക്ക് എന്ന് പറഞ്ഞാൽ 12,000 എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് ഐ ബൈ 12 എത്ര തന്നിട്ടുണ്ട്? 14,000 തന്നിട്ടുണ്ട് അല്ലെ. എങ്കിൽ ലാസ്റ്റത്തെ മാസത്തിൽ അവർ ചോദിച്ചേക്കണേ, നോക്കിയേ, നമുക്ക് സെപ്പറേറ്റ് ഇതിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ സുഖല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 11 മാസത്തെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അല്ലെ. 11 മാസത്തെ സം എന്ന് പറഞ്ഞാൽ 15,000 ഇൻറ്റു 11 ആണ് അല്ലെ. ദാറ്റ് ഈസ് 1,60,65,000 അല്ലേ വരാൻ പോണത്. ഇനി ഇവിടെ 12 മാസത്തേക്കുള്ള സം എത്രയാണ്? എക്സ് ഐ ഈക്വൽ ടു 14,000 ഇൻറ്റു 12 അല്ലെ. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാൻ പോണത്? അപ്പൊ നമുക്ക് അതിന്റെ ഉത്തരം എത്രയാ? 1,60,8,000. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 11 മാസത്തെ സം ഇത്രയും, 12 മാസത്തെ സം ഇത്രയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1,60,8,000 1,60,65,000 മൈനസ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റത്തെ മാസത്തെ അല്ലേ. ക്ലിയർ അല്ലേ? അതായത് ഇപ്പൊ സമ്മിന്റെ ഇതാണെന്നുണ്ടെങ്കിൽ 11 മാസത്തേതിന്റെ 1,60,65,000 ടോട്ടൽ 12 മാസത്തെ 1,60,68,000 കണ്ട ടോട്ടലിൽ നിന്ന്. അപ്പൊ ഈ 1,60,65,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇവിടെ കിട്ടൂലേ? നോക്കി, 1,000 8,000 ബാക്കി എത്രയാ? 3,000 അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓപ്ഷൻ സി ആണ്. അടുത്ത 14ാമത്തെ ദ മോഡ് ഓഫ് ദ ഐറ്റം അല്ലെ. ഒന്നുമില്ല, മോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും കൂടുതൽ എണ്ണം വന്നിരിക്കുന്ന ഏതാണോ അതാണ് മോഡ്. ഇവിടെ നോക്കി നോക്കി, ഏറ്റവും കൂടുതൽ എണ്ണം വന്നിരിക്കുന്നത് ഏതാ? 7 അല്ലേ. അപ്പൊ അതുകൊണ്ട് 7 ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കിയേ, എന്താ പറഞ്ഞേക്കണ? 15ാമത്തെ നമ്മൾ ഈ സാധനത്തിന്റെ എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് മീഡിയൻ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കാം അല്ലെ. എന്ന് പറഞ്ഞ എന്താ അർത്ഥം? നമ്മൾ അതിന് അസെൻഡിങ് ഓർഡറിൽ എഴുതുന്നു, എന്നിട്ട് നടുക്കത്തെ ടേം കണ്ടുപിടിക്കുന്നു. നടുക്ക് ഇപ്പൊ 2 പേരുണ്ടെങ്കിൽ അതിന്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇത്രയുള്ള പരിപാടി. അപ്പൊ നമുക്ക് അത് എഴുതാല. അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോ എവിടെ നിന്ന് തുടങ്ങണം? ഏറ്റവും ചെറുതത് 78 അല്ലെ. അപ്പൊ 78, 80, 82, 88, 94, 96, 98, 101 അല്ലെ. അസെൻഡിങ് ഓർഡറിൽ എഴുതിപ്പോ ഇനി നമുക്ക് മിഡിൽ ടേം എങ്ങനെയാ കണ്ടുപിടിക്കാം? 3 പേര് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കിയാൽ ഇവര് 2 പേരല്ലേ മിഡിൽ കിടക്കണത്. 88ഉം 94ഉം 2 പേരുണ്ടെങ്കിൽ എന്ത് ചെയ്യാ? 88 + 94 ഡിവൈഡഡ് ബൈ 2 ചെയ്യാ. എത്ര കിട്ടും നമുക്ക്? 91 കിട്ടി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത് 91 ആണ്.
6ാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം. എ ഗ്രൂപ്പ് ഓഫ് ഇ കണ്ടെയ്ൻ 20 ഐറ്റംസ് ഹാസ് മീൻ തന്നിട്ടുണ്ട്. അപ്പൊ 20 ഐറ്റത്തിന്റെ മീൻ ആണ് അല്ലെ. സിഗ്മ എക്സ് ഐ ഡിവൈഡഡ് ബൈ 20 എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 12 നമുക്ക് തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് ഐ എന്താണ്? 12 × 2 24 240 അല്ലെ. ഇതേപോലെ ദ മീൻ ഓഫ് 8 ഐറ്റംസ് ഓഫ് ഗ്രൂപ്പ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് 8 ആൾക്കാർ. അപ്പൊ നമ്മൾക്ക് ടോട്ടൽ 20 ആൾക്കാർ ഉണ്ടായില്ലേ. ടോട്ടൽ 20 ആൾക്കാരിന് ഞാൻ 8 എന്നും ടോട്ടല് 20 ആൾക്കാർ കേട്ടാ. അപ്പൊ 20 ആൾക്കാരിൽ 8ഉം ബാക്കി എത്ര ഉണ്ടാവും? എന്തായാലും 12 അല്ലേ ഉണ്ടാവുക. അപ്പൊ 20 ആൾക്കാരുടെ സമ്മ് നമുക്ക് 240 ഉണ്ട്. ശരിയല്ലേ? ഇനി 8 ആൾക്കാരുടെ കേസ് നോക്കിയേ. 8 ആൾക്കാർക്ക് 15 ആണ് അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ എക്സ് ഐ ഡിവൈഡ് ബൈ 8 അല്ലേ 15 തന്നേക്കണേ. എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് ഐ എത്രയാണ്? 15 × 8 ആണ് അല്ലെ. ദിസ് ഇസ് ഈക്വൽ ടു 120. അപ്പൊ അതുവരെയുള്ള സമ്മും നമുക്ക് 120. നോക്കിയപ്പോ ബാക്കിയുള്ള സമ്മ എത്രയാ? ടോട്ടൽ 240. 8 എണ്ണത്തിന്റെ 120. അപ്പൊ ബാക്കിയുള്ളതോ 120 തന്നെയല്ലേ വരേണ്ടത്. അവിടെ എണ്ണം എത്ര ആൾക്കാരുണ്ട്? 12. അപ്പൊ അവിടുത്തെ മീൻ എത്രയാ? 120 ഡിവൈഡ് 12 എത്ര കിട്ടി? നമുക്ക് 10 കിട്ടി അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓപ്ഷൻ എ ആണ്. അടുത്ത 17ാമത്തെ നോക്കാം. ദ മീൻ ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ തന്നേക്കാണ് അല്ലെ. എന്തായിരുന്നു മീനിന്റെ ഇക്വേഷൻ? സമ്മ ഡിവൈഡഡ് ബൈ n അല്ലെ നാച്ചുറൽ നമ്പറിന്റെ സമ്മ എന്നാ n × n+1 ഡിവൈഡഡ് ബൈ 2. ഇതാണ് സമ്മ് അല്ലെ. ഇനി അപ്പൊ സമ്മ് ഡിവൈഡഡ് ബൈ n അല്ലേ തന്നിരിക്കുന്നത്. എന്നാണ് 3n - 9 ഡിവൈഡഡ് ബൈ 2 എന്ന്. അവിടെ നോക്ക്, ഈ എന്നും എന്നും ക്യാൻസൽ ചെയ്യൂ, 2ഉം 2ഉം ക്യാൻസൽ ചെയ്യൂ. അപ്പൊ എന്താ നമുക്ക് കിട്ടുക? n+1 = 3n - 9. 9 അപ്പുറത്തോട്ട് കൊടുക്ക്. സോ 10 ഈസ് ഈക്വൽ ടു 2n. അപ്പൊ നമുക്ക് n = എന്ത് കിട്ടി? 5 കിട്ടി അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാലോ. ഇഫ് ഈച്ച് ഒബ്സർവേഷൻ ഓഫ് എ റോ ഡാറ്റ whose variance is 2.25. വേരിയൻസ് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 2.25 തന്നിട്ടുണ്ട്. ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 2. കണ്ട, നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം സ്റ്റാൻഡേർഡ് ഡിവിഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതിയായിരുന്നു? 2.25ന്റെ കൂടെ ചുമ്മാ ഈ 2 മൾട്ടിപ്ലൈ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ വേരിയൻസ് ആണെങ്കിൽ എന്തുണ്ട് പ്രത്യേകത? ഇതിനൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 4 ആയിരിക്കും. 2.25 എന്ന് പറഞ്ഞാൽ എന്താ? 225 ഡിവൈഡഡ് ബൈ 100 × 4 അല്ലേ. എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് 25 അല്ലേ. 225/25 എത്രയാ? 9 ആണ് ആൻസർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി. 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ മീൻ ഓഫ് ദ സെറ്റ് ഓഫ് 10 ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1 + A2 + എക്സെട്ര അപ് ടു A10 വരെയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ 10 ആൾക്കാരല്ലേ. അത് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 40 ആണെന്ന് തന്നിട്ടുണ്ടല്ലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1 + A2 + എക്സെട്ര A10 എന്ന് പറയുന്നത് നമുക്ക് 400 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെ. ഇനി എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കണത്? A1 + 5, A2 + 5, A2 + 10 ഇങ്ങനെയുള്ള സാധനമാണ് തന്നിട്ടുണ്ട് അല്ലെ. അതിന്റെ അതുപോലെയുള്ള 50 വരെയുള്ളത് എന്ന് വെച്ചാൽ 10 ആൾക്കാര്. അതിന് എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കണേ? നമ്മളോട് മീൻ കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞിരിക്കണേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ അർത്ഥം? സമ്മ് അല്ലെ. എന്താണ്? A1 + 5, A2 + 10 എക്സെട്ര A10 + 50 എണ്ണത്തിന് മാറ്റമൊന്നുമില്ല അല്ലെ. ഡിവൈഡഡ് ബൈ 10 കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കണേ. ഇതിന് ഞാൻ രണ്ടും 2 കഷ്ണങ്ങളാക്കാൻ പോവാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് A1 + A2 + എക്സെട്ര + A10 എന്ന് പറഞ്ഞ ഒരാളും അതേപോലെ 5, 10 + എക്സെട്ര 50 വരെയുള്ള മറ്റൊരാളായിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. ഡിവൈഡ് ബൈ 10 തന്നെയാണ് ചെയ്യേണ്ടത്. നോക്കിയേ, ഈ ഭാഗം എന്ന് പറയുന്നത് 400 അല്ലേ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ 5 + 10 + എന്ന് പറയുന്നത് സമ്മല്ലേ 10 ആൾക്കാരുടെ. എന്ന് പറഞ്ഞാൽ എന്താ? 10/2 × ഫസ്റ്റ് ടേം + ലാസ്റ്റ് ടേം. ശരിയല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ത് കിട്ടി നമുക്ക്? 5 × 55 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് 400 പ്ലസ് എന്തുണ്ട്? 5 × 55 ഡിവൈഡഡ് ബൈ 10 എന്ന് നമുക്ക് കിട്ടും അല്ലെ. എന്ത് ചെയ്യാ? ഇത് സോൾവ് ചെയ്തെടുക്കാം. സോൾവ് ചെയ്തുമ്പോ നമുക്ക് എന്ത് കിട്ടും? 675 ഡിവൈഡഡ് ബൈ 10 എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു 67.5 എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ അത് ഏതാ? ഓപ്ഷൻ എ ആണ്. അപ്പൊ നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിന്റെ 19 ക്വസ്റ്റ്യൻ ആണ് വർക്ക്ഔട്ട് ചെയ്തിരിക്കണം. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും നല്ല ഈസി ആയിരിക്കും ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ചാപ്റ്റർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സജഷൻ കൊടുക്കാം കേട്ടോ. അപ്പൊ ഓക്കെ, താങ്ക് യു.